അല്പസമയ വചന ശുശ്രൂഷയ്ക്കായി വേദവചനം വായിക്കുന്നു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ലൂക്കോസ് 10:19, 20, 21 വാക്യം. 18, 19, 20, 20 വാക്യം. 3 വാക്യം. 18, 19, 20. സർവശക്തിയുള്ള ദൈവമായ പിതാവ് നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവാകുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 70 പേരെ കർത്താവ് യേശുക്രിസ്തു ഏതെങ്കിലും സ്ഥലത്ത് പോയി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാനായി ദൈവത്താൽ നിയോഗം ലഭിക്കുമ്പോൾ കർത്താവ് ആദ്യമേ തൻ്റെ ശിഷ്യന്മാരെ താൻ പോകുന്ന സ്ഥലത്തിന് മുമ്പായിട്ട് അയക്കുക പതിവുണ്ടായിരുന്നു. അങ്ങനെ അയച്ച 70 അംഗ കൂട്ടം അവരോട് കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ പോയി സന്തോഷത്തോടും മടങ്ങി വന്നിട്ട് കർത്താവിനോട് സംസാരിച്ച സന്ദർഭവേളയിൽ ദൈവമായ കർത്താവ് അവരോട് സംസാരിച്ച ദൈവവചനങ്ങളാണ് നമ്മൾ വായിച്ചത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രിയരെ, ഈ ഭൂമിയിൽ കർത്താവാകുന്ന ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരം വരുത്തി, കാൽവറി ക്രൂശിൽ പാപപരിഹാരം വരുത്തി മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ഇത് ചെയ്തത് പിശാചിൻ്റെ 3 വിധ പ്രവർത്തികളെ മനുഷ്യനുള്ള ബന്ധത്തിൽ അഴിക്കുകയും അത് പാമ്പിൻ്റെ പ്രവർത്തികളാണ്. അതോടൊപ്പം തേളുകളുടെ പ്രവർത്തികളെയും അഴിക്കാൻ വേണ്ടിയായിരുന്നു. പാമ്പുകളുടെ പ്രവൃത്തിയും തേളുകളുടെ പ്രവൃത്തിയും 2 തലത്തിലാണ്. തേളുകൾ എന്ന് പറയുന്നത് വാഴ്ച തെറ്റിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വെട്ടി മാറ്റപ്പെട്ട ദൂതന്മാരാണ്. അവരിൽ ചിലരെ യൂഫ്രട്ടീസ് നദിയുടെ അടിഭാഗത്ത് പാതാളത്തിൽ ബന്ധിച്ച് ഇട്ടിരിക്കുന്നു. വെളിപ്പാട് 9-ാം അധ്യായത്തിൽ നമുക്കത് പഠിക്കാൻ കഴിയും. എന്നാൽ പാമ്പുകൾ എന്ന് പറയുന്നത് ഏദനിൽ വെച്ച് ആദ്യ മനുഷ്യനെ പിശാച് വശീകരിച്ച് വഞ്ചിച്ചത് പാമ്പിൻ്റെ രൂപത്തിലാകയാൽ, പാമ്പിൻ്റെ വേഷത്തിലാകയാൽ അതിനെയാണ് പാമ്പിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവെടുത്ത് വിളിക്കുന്ന ശുക്രനെന്നും നമ്മൾ വിളിക്കുന്ന സാത്താൻ എന്നും ലൂസിഫർ എന്നും ഒക്കെ വിളിക്കുന്ന ഈ ദുഷ്ടപിശാച്, അന്ധകാര ശക്തി, ഈ ദുഷ്ടനെ ജയിക്കാൻ വേണ്ടിയാണ് കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് അറിയാവുന്ന വിഷയമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതിനിധിയും മനുഷ്യവർഗത്തിൻ്റെ എല്ലാം പ്രതിനിധിയായിരുന്ന ആദ്യ മനുഷ്യനെ പിശാച് വശീകരിച്ച് വഞ്ചിച്ച് ഏദനിൽ വെച്ച് ദൈവപുത്രൻ എന്നുള്ള പദവിയിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് പിശാചിൻ്റെ പുത്രൻ, ഇരുളിൻ്റെ പുത്രൻ, സാത്താൻ്റെ പുത്രൻ, മഹാസർപ്പത്തിൻ്റെ പുത്രൻ, പാപത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ പുത്രൻ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ താഴ്ത്തിക്കളഞ്ഞ അത് പിശാച് പാമ്പിൻ്റെ വേഷത്തിലാണ്. അതുകൊണ്ട് കർത്താവാകുന്ന ദൈവം പ്രാരംഭത്തിൽ ചെയ്തത്, അതായത് പാമ്പിൻ്റെ
രൂപത്തിൽ പ്രത്യക്ഷനായ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് കർത്താവായ യേശു ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. മനുഷ്യന്റെ രക്ഷിതാവ് മനുഷ്യൻ തന്നെ ആകേണ്ടതിനും, സ്തോത്രം, ആദ്യ മനുഷ്യന്റെ രക്ഷിതാവ് മനുഷ്യൻ തന്നെ ആകേണ്ടതിനും, ഹല്ലേലൂയ, ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നു. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ധാരാളമായി സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിച്ച് ദൈവഗതപ്രകാരം ചുവടിൽ വെക്കുന്നതാണ് ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായ കാര്യം. മനുഷ്യനെ ദൈവം ആഴമായി സ്നേഹിച്ചു. ഹല്ലേലൂയ. ആദ്യമേ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. സ്തോത്രം. പാപം ചെയ്തിട്ടും അനുദപിച്ച മനുഷ്യന് ദൈവം സ്നേഹിച്ചു. മനുഷ്യനും സാത്താനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സ്തോത്രം. സാത്താൻ ഇതുവരെയും അനുദപിക്കാതെ നിൽക്കുമ്പോൾ മനുഷ്യൻ കർത്താവാകുന്ന ദൈവത്തിൻ്റെ ആദ്യത്തെ, അതായത് അവൻ പാപം ചെയ്തതിന് ശേഷമുള്ള ഒന്നാമത്തെ കൂട്ടായ്മയിൽ തന്നെ അവൻ അനുദപിക്കുകയും ദൈവത്തോട് തൻ്റെ കുറ്റം സമ്മതിച്ച് ഏറ്റുപറയുകയും ചെയ്തു. ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയുവാനുള്ള, ഞാൻ അങ്ങേ അനുസരിക്കാതെ തിന്മ പ്രവർത്തിച്ചു പോയി എന്ന് പറയുവാനുള്ള ഒരു ആഴമായ സമർപ്പണം മനുഷ്യനുണ്ടായിരുന്നു. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആദ്യ മനുഷ്യൻ്റെ മക്കൾ സ്വഭാവത്തിൽ പ്രവൃത്തിയിലും തെറ്റുകൾ കുറ്റങ്ങൾ വരാത്തവരാരുമില്ല. ആര് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും ദൈവം ക്ഷമിക്കും. പക്ഷേ അനുദപിക്കണം, ഏറ്റുപറയണം. ആദ്യ മനുഷ്യൻ അനുദപിച്ചു, ഏറ്റുപറഞ്ഞു. ദൈവം അവനോട് ക്ഷമിച്ചു, അവളോടും ക്ഷമിച്ചു. അവർക്ക് വേണ്ടി ഒരു രക്ഷിതാവിനെ അയക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒരു ദൈവത്തിൻ്റെ പൈതലായാലും ദൈവത്തിൻ്റെ പൈതലല്ലാത്തൊരു മനുഷ്യനായാലും തെറ്റ് ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവസന്നിധിയിൽ, മനുഷ്യന് മുമ്പിലല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ, മനുഷ്യൻ്റെ മുമ്പിൽ പറയേണ്ടത് മനുഷ്യനോടും പറയണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്തത് ദൈവത്തോട് ഏറ്റുപറയുവാൻ, അത് ഉപേക്ഷിപ്പാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനോടും ദൈവം ഹാർദവമായി സ്നേഹിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവൻ തെറ്റുകാരനാണെന്നുള്ള മുൻവിധിയല്ലാതെ പാപരഹിതനെന്നുള്ള കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവമായ കർത്താവ് ആ വ്യക്തികളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. സ്തോത്രം. ഒരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പാവങ്ങൾ ഏറ്റുപറഞ്ഞാൽ കർത്താവാകുന്ന ദൈവം അത് നമ്മളോട് ക്ഷമിച്ചു തരികയും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ഏത് കാര്യം ദൈവത്തോട് ചോദിച്ചാലും ദൈവം അത് നമ്മളോട് ക്ഷമിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരികയും, മാത്രമല്ല ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കൽ നമ്മളോട് ക്ഷമിച്ചത് പിന്നെ ഓർക്കുകയുമില്ല. ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് നമ്മുടെ കുറവുകൾ മറച്ചു വെക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധ ജനത്തിൻ്റെ ഉള്ള ബന്ധത്തിലാണെങ്കിലും, ഭൂമിയിൽ മനുഷ്യനുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കരുത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിനോടും, മനുഷ്യനോടുള്ള ബന്ധത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനോടും ദൈവത്തോടും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവമായ കർത്താവ് ദീർഘക്ഷമയും മഹാദൈവയുടെ കർത്താവാണ്. തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് ആമൻ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടവർക്ക് വേണ്ടി ആമൻ മഹത്വത്തിൻ്റെ വലതുവശത്ത് ഇപ്പോഴും ഇരിക്കുകയാണ്. എന്തിനാണ്? നമ്മെ ശുദ്ധീകരിക്കാൻ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ. ആരാണ് കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് എവിടെ ഇരിക്കുന്നു? മഹത്വത്തിന്റെ വലതുവശത്ത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച പേരെന്താണ്? യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ആരാകുന്നു? പരിശുദ്ധാത്മാവാകുന്നു. അപ്പൊ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ ആമൻ ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. പിതാവിന്റെ വലത്തെ സൈഡിൽ യേശു ക്രിസ്തു ഇരിക്കുന്നതായിട്ട് തിരുവെഴുത്തിൽ ഒരു വാക്യം പോലും ഇല്ല. എന്നാൽ ദൈവമഹത്വത്തിന്റെ വലതുവശത്തും പിതാവിന്റെ അടുക്കലെന്നും ബൈബിളിൽ വാക്യമുണ്ട്.
പ്രിയരെ, ആകയാൽ പിതാവിൻ്റെ അടുക്കെ മഹത്വത്തിൻ്റെ വലത് സൈഡിൽ ആമൻ നസറന യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് കാര്യസ്ഥൻ, വക്കീൽ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതൻ, ഹല്ലേലൂയ, ശ്രേഷ്ഠ അപ്പോസ്തോലൻ ദൈവസന്നിധിയിൽ നമുക്കുണ്ട്. ആകയാൽ നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ സ്വീകാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ വാക്തത്വ വിഷയം മുറുകെ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന്, കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ദൈവം എന്നോട് ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ ചെല്ലുക എന്ന വാക്കിനർത്ഥം നമ്മൾ എവിടെ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. 2-3 പേർ, ഇനി ഒരാളായാലും, സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, നമ്മൾ മുട്ടുകുത്തുമ്പോൾ, കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് യേശു ക്രിസ്തു ഉണ്ട്. കർത്താവായ യേശു പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കാം. കർത്താവായ യേശു പറയുകയാണ്, പിന്നെയും നിങ്ങൾ ഭയപ്പെടുന്ന ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രയും നിങ്ങൾക്ക് പകർന്നിരിക്കുന്നു. അപ്പം ദൈവം നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവശക്തിയായ ദൈവാത്മാവ് നമ്മളിൽ സ്ഥിരവാസം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോൾ മുട്ടുകുത്തുന്നു, നമ്മുടെ മനസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏകചിത്തരാകുന്നു, ആമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ഉച്ചരിച്ചാലും അത് ആ നിമിഷം തന്നെ, ആ സെക്കൻഡ് തന്നെ, നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് കർത്താവാകുന്ന ദൈവം അതറിയുന്നു. നമ്മുടെ സകല ചിന്തകളും നിരൂപണങ്ങളും നമ്മുടെ കർത്താവ് ആ ക്ഷണത്തിൽ തന്നെ അറിയുന്നു. ആകയാൽ ദൈവസന്നിധിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കുക അത്രയും. അതാണ് ദൈവസന്നിധി. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെയും യേശു ക്രിസ്തുവിനോട് ഒന്നും മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ ഏകചിത്തരാകുന്നെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന, നിങ്ങളെ നടത്തുന്ന, നിങ്ങളെ വിശുദ്ധരായി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തു വിശുദ്ധനാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്ന എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിയുടെ രാജ്യം സ്ഥാപിക്കാനാണ്. സ്തോത്രം. എന്താണ് ജനനം? എന്താണ് മരണം? മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാടുന്ന, ജനനം എന്ന വാക്കിൻ്റെ അർത്ഥം ചേരുക, ഒന്നായി തീരുക എന്നുള്ളതാണ്. സ്തോത്രം. ഏദനിൽ വെച്ച് ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ പാപം ചെയ്യുന്നത് വരെയും അവനിൽ മരണം ഉണ്ടായിരുന്നില്ല. പാപം ചെയ്യുന്നത് വരെയും അവൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന നിമിഷം അവൻ ജീവനുള്ളവനായിരുന്നു. സ്തോത്രം. അവനിൽ പാപമില്ലായിരുന്നു. ജീവൻ സമം അവൻ പാപമില്ലായ്മ, വിശുദ്ധി. അവൻ മരണം സമം പാപം. ഹല്ലേലൂയ. എപ്പോഴാണ് അവൻ ദൈവകൽപ്പന ലംഘിച്ചത്? അപ്പോൾ അവൻ മരിച്ചു. അർത്ഥാൽ അവനിൽ പാപം വ്യാപരിച്ചു. പാപം എവിടെ വ്യാപരിക്കുന്നുവോ അതാണ് മരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയിലും മരണം വ്യാപരിച്ചിരിക്കുന്നു. മരണം സമം സാത്താൻ. സ്തോത്രം. അധർമ്മമൂർത്തി. ഹല്ലേലൂയ. എന്താണ് പാപം? പാപം സമം അധർമ്മമൂർത്തി. അധർമ്മമൂർത്തി ആരാണ്? സാത്താൻ. ഈ സാത്താൻ എന്ന ആത്മാവ് എവിടെ വസിക്കുന്നു? പാപത്തിൽ വസിക്കുന്നു. പാപമില്ലായിടത്ത് പിശാചിന് വസിപ്പാൻ കഴിയില്ല. അവൻ പാവരഹിതനായി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ പിശാചിന് വസിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണോ സാത്താൻ്റെ പൈതലാണെന്നോ തിരിച്ചറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മൾ പാപം ചെയ്തിട്ട് അനുദപിക്കാതെ, അതിന്മേൽ ശുദ്ധീകരണം ഏറ്റെടുക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചയമായും പിശാചിൻ്റെ പൈതൽ തന്നെയാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും മനുഷ്യൻ്റെ നമ്മുടെ വാക്കിനാൽ മുറിവേൽപ്പിച്ചിട്ട് നമ്മൾ അവരോട് അവരോട് ഏറ്റുപറയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിക്കാതിരിക്കുന്നെങ്കിൽ നമ്മൾ പിശാചിൻ്റെ പൈതലാണ്. തിരിച്ച് നമ്മൾ നമ്മുടെ വാക്കിനാലോ പ്രവൃത്തിയാലോ ആർക്കെങ്കിലും എന്തെങ്കിലും ഭാരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ വ്യക്തിയോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമ പറയുകയും ദൈവത്തോട് അനുദപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളിൽ വസിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിന് പാപരഹിതമായ ശരീരത്തിലെ, ഹൃദയത്തിലെ വസിക്കാൻ കഴിയത്തുള്ളൂ. 1 കൊരിന്ത്യർ
3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം മാത്രമല്ല, നമ്മളെന്ന ശരീരവും പൂർണ്ണമായും ദൈവത്തിന്റെ മന്ദിരമായി തീരാനാണ് ദൈവം ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യനെ സ്നേഹിച്ച് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പ്രവൃത്തി തികച്ചത്. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും വിശുദ്ധി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയിലും ദൈവം വ്യക്തിപരമായി വസിക്കാൻ ഇഷ്ടപ്പെടുന്നു, ദൈവം വ്യക്തിപരമായി വസിക്കുന്നു. ആകയാൽ ദൈവ പൈതലേ, നാം ദൈവ പൈതലാണോ, ലോകത്തിന്റെ മകനാണോ, സാത്താന്റെ പൈതലാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇത് തന്നെ. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമല്ലോ. മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴവും മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴം കായ്ക്കുകയില്ല, ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും കായ്ക്കുകയില്ല. അതത് വൃക്ഷമേ അതത് ഫലം കായ്ക്കത്തുള്ളൂ. നമുക്ക് അനുതാപവും കണ്ണുനീരും ദൈവത്തോട് മുമ്പിൽ ഉണ്ടെങ്കിൽ, മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ക്ഷമ പറയുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായും നമ്മളിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് വസിക്കാൻ തടസ്സമില്ല. ആകയാൽ പ്രിയരെ, നമ്മൾ എപ്പോഴും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു എങ്കിൽ നമ്മൾ ജീവനുള്ളവനാണ്. മരണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഉണ്ടാകുകയില്ല. ആകയാൽ പ്രിയരെ, ജീവനുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തു, അതായത് പിശാചിന്റെ പ്രവൃത്തി ചെയ്തു. ആ കാരണത്താൽ അവനിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു, അവൻ മരിച്ചവനായി തീർന്നു. ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ തിരുവെടുത്ത് വായിക്കുമ്പോൾ, ദൈവം ഉൽപ്പത്തി പുസ്തകം 2:7 കർത്താവായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി. ആ രൂപത്തിനത് ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ജീവശ്വാസമുള്ളവനായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ ജീവൻ ഉണ്ടാകുകയുള്ളൂ. ദൈവ ഇഷ്ടം ചെയ്യാത്ത വ്യക്തിയിൽ ജീവൻ ഉണ്ടാകില്ല, മരണമാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. മരണം സമം വേർപാട്. എന്താണ് വേർപാട്? വിശുദ്ധിയിൽ നിന്ന് ഒരു മനുഷ്യൻ വേർപെട്ടാൽ അശുദ്ധിയിലേക്ക് പോകത്തുള്ളൂ. അശുദ്ധിയിൽ നിന്ന് ഒരു മനുഷ്യൻ വേർപെട്ടാൽ വിശുദ്ധിയിലേക്ക് പോകത്തുള്ളൂ. ആ വിശുദ്ധിയിലേക്ക് വരുന്നതിനെയാണ് ജനനം, ജീവൻ എന്ന് പറയുന്നത്. അശുദ്ധിയിലേക്ക് പോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ വിശുദ്ധി നമ്മളിലേക്ക് വരാൻ കാരണമാകുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ആദ്യ മനുഷ്യൻ ഏദനിൽ വെച്ച് അവൻ പാപം ചെയ്തപ്പോൾ വിശുദ്ധിയുടെ ആത്മാവായ സത്യത്തിന്റെ ആത്മാവിന് വിട്ടുമാറി. അതിനെയാണ് മരണം എന്ന് പറയുന്നത്. ആകയാൽ അവനിൽ നിന്ന് ജനിച്ചവരെല്ലാവരും, ഈ ഭൂമിയിൽ അവനിൽ നിന്ന് ജനിച്ചവരെല്ലാവരും ജനിക്കുന്നതേ മരണത്താലാണ്. അതിനെയാണ് ജന്മപാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ആകയാൽ പ്രിയരെ, ഈ ജന്മപാപം എന്ന ബന്ധനമഴിക്കുവാനാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. ആ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ, മനുഷ്യന്റെ മനസ്സുകളിൽ, മനുഷ്യന്റെ മനസ്സിലും മനുഷ്യന്റെ ഹൃദയത്തിലും പിശാചാകുന്ന സാത്താൻ പ്രവർത്തിച്ചു. കാരണങ്ങളാൽ മനുഷ്യൻ മരിച്ചുപോയി. അത് ചെയ്തത് പാമ്പാണ്. പാമ്പ് എവിടെ പ്രവർത്തിച്ചു? ആദ്യ മനുഷ്യനും സ്ത്രീയിലും പ്രവർത്തിച്ചു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവോത്രൻ പ്രത്യക്ഷനായി. അതുകൊണ്ട് പിന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നെങ്കിൽ ജനന സമയത്തിന് മുമ്പേയും ജനന സമയത്തും പിശാച് നിങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന സകല പൈശാചിക പ്രവർത്തികളെ അഴിച്ച് ദൈവത്തിന് നിങ്ങളെ സ്വതന്ത്രനാക്കാൻ കഴിയും. ആമേൻ. ദൈവത്തിന് മാത്രമേ നിങ്ങളെ സ്വതന്ത്രനാക്കാൻ കഴിയത്തുള്ളൂ. ഈ സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം, ദൈവത്തിന്റെ കാഴ്ചപ്രകാരം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണ്. യേശുക്രിസ്തുവിന്റെ നാമത്താലും യേശുക്രിസ്തുവിന്റെ രക്തത്താലും നാം ഈ ഭൂമിയിൽ വെച്ച യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനത്താലുള്ള വിശ്വാസത്താലും ശുദ്ധീകരണം പ്രാപിക്കുന്നുവെങ്കിൽ നമ്മൾ സ്വതന്ത്രരായിത്തീരുന്നു. എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് അടിമത്വം? ദൈവവചനം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആമേൻ, പിശാചിനും അവന്റെ അനുയായികൾക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിൽ നിന്നുള്ള വിടുതലിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ. പാപം ചെയ്തിരിക്കുന്ന സകല ജീവജാലങ്ങളെയും ആത്മജീവികളെയും, അത് ആദ്യ പാപം ചെയ്ത പിശാചാണ്, സാത്താനാണ്. പിശാചും സാത്താനും ആകുന്നതിന് മുമ്പ് അവനെ വിളിച്ചിരുന്ന പേര് ബൈബിളിൽ വിളിക്കുന്നു ശുക്രൻ എന്നാണ്. ബെയേസെബൂൽ എന്നാണ് യഹൂദന്മാർ അവനെ വിളിക്കുന്നത്. സ്തോത്രം. അവൻ കെരൂബ് വർഗത്തിൽപ്പെട്ട കെരൂബായിരുന്നു. സ്തോത്രം. അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവനിൽ യാതൊരു അശുദ്ധിയും ഇല്ലായിരുന്നു. അവനാണ് സ്വയം പാപം ചെയ്തത്, ദൈവത്തോട് മത്സരിച്ചത്. എന്താണ് ആദ്യ പാപം? ദൈവത്തോടുള്ള മത്സരം.
അതുകൊണ്ട് യശയാപ്രവചനം പറയുന്നു, നിന്റെ നിഖളമാണ് അവൻ്റെ പാവമെന്ന് യശയാപ്രവചനം പറയുന്നു. ആകയാൽ ദൈവമാകുന്ന കർത്താവ് അവനെ അശുദ്ധൻ നന്ദി ദേവപർവ്വത്തിൽ നീക്കിക്കളഞ്ഞു. സ്തോത്രം. അവന് ദൈവം ഒരുക്കിയിരിക്കുന്ന, അവൻ്റെ അനുതാപമില്ലാത്ത ഹൃദയം മുഖാന്തരം ദൈവം അവന് ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് തീപ്പൊയ്യ, അതായത് നരകം എന്ന് പറയുന്നത്. അവിടെ അവനെ അനുസരിച്ച ആദ്യ മനുഷ്യൻ പാപം ചെയ്തത് ഫലമായി അവനിൽ നിന്ന് ജനിക്കപ്പെട്ട ഏതൊരു മനുഷ്യനും അവിടേക്ക് പോകേണ്ടതായി വരുന്നു. ആ സ്ഥലത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. അപ്പം ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നിട്ട് ദൈവം മനുഷ്യനായി തീർന്ന് ആ മനുഷ്യന് ദൈവത്തിൻ്റെ പേര് തന്നെ ഇട്ടു. ആ പേരാണ്, പിതാവിൻ്റെ പേര് തന്നെയാണ് യേശു എന്നുള്ളത്. ആ പേരിട്ടു. ആ യേശു എന്ന പുത്രനെ, അതായത് ശരീരത്തെ, ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടു. ആ ശരീരമാണ് പുത്രൻ. ആ പുത്രനെ ദൈവം അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഈ അഭിഷേകം അല്ലെങ്കിൽ ശക്തിയാൽ നിറച്ചു. സ്തോത്രം. ആ ശക്തി അല്ലെങ്കിൽ ആ അഭിഷേകം വന്നതുകൊണ്ട് അവൻ ക്രിസ്തുവായി തീർന്നു. അങ്ങനെ യേശു, ദൈവം ശക്തിയാൽ നിറച്ചപ്പോൾ യേശു ആരായി തീർന്നു? സ്തോത്രം, ക്രിസ്തുവായി തീർന്നു. ഇക്കാരണത്താൽ യേശു ക്രിസ്തുവായി. യേശു ക്രിസ്തു എന്ന ശരീരത്തിലാണ് നമ്മുടെ സകല പാപങ്ങളും വഹിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി യേശു മരിച്ചത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന പേര് ആ ശരീരത്തിനിട്ടത്? അത് ദൈവത്തിൻ്റെ പേരാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും ദൈവത്തിൻ്റെ പേരിനാലും മാത്രമേ ആദ്യ മനുഷ്യനായ ആദമിൽ, മനുഷ്യനിൽ പിശാച് പ്രവർത്തിച്ച തൻ്റെ പ്രവൃത്തി അഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പിശാച് പ്രവർത്തിച്ചത് ആത്മാവിലാണ്. പിശാച് അശുദ്ധിയുടെ ആത്മാവിലാണ് ഏദേനിൽ മനുഷ്യനെ വഞ്ചിച്ച് ചതിച്ചത്. അതുകൊണ്ട് ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ഈ പ്രവൃത്തി അഴിക്കാൻ വേണ്ടി പരിപാടി നിശ്ചയിച്ചു. അതുകൊണ്ടാണ് ദൈവം ആയ ആത്മാവ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് ദൈവശക്തിയാൽ ഒരു ശരീരം ധരിച്ചത്. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ ദാസി മറിയ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവളിൽ വന്നു. ദൈവശക്തി അവളുടെ ഗർഭപാത്രത്തിൽ പ്രവർത്തിച്ചു, നെല്ലിട്ടു. ആകയാൽ ഒരു ജനനം നടന്നു. ആരാണ് ജനിച്ചത്? പരിശുദ്ധാത്മാവ് ജഡത്തിൽ വെളിപ്പെട്ടു. ആ ജഡമാണ് പുത്രൻ. ആ പുത്രനിൽ പിതാവിൻ്റെ പേര് തന്നെ ആ ജഡത്തിനിട്ടു. എന്നിട്ട് ആ ജഡത്തെ ദൈവം ശക്തിയാൽ, അല്ലെങ്കിൽ അതായത് അഭിഷേകത്താൽ നിറച്ചു. അപ്പോൾ ആ ജഡമേറെ തീർന്നു. യേശു ക്രിസ്തുവായിരുന്നു. ഈ ജഡത്തിൽ പാവരഹിതമായ ഈ ശരീരത്തിൻ്റെ വ്യക്തിത്വമാകുന്ന ദൈവം പാവരഹിതമായി ജനിച്ച നാൾ മുതൽ ക്രൂശ് മരണം മരിക്കുന്നത് വരെയും പാവരഹിതമായി ജീവിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാവമെല്ലാം ആ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവ നിയമപ്രകാരം ദൈവം ആ ശരീരത്തെ എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. സ്തോത്രം. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ പാപത്തിന് മരണമെന്ന പോമഴിയാലും ശിക്ഷ എന്ന പോമഴി, അതായത് കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായ ശിക്ഷ ദൈവം തന്നെ ഏറ്റെടുത്തിട്ട് ആ ശിക്ഷ മനുഷ്യവർഗത്തിന് വേണ്ടി, മനുഷ്യൻ്റെ പാപപരിഹാരത്തിൽ വരുത്തേണ്ടതിന് മനുഷ്യൻ്റെ ശിക്ഷയെല്ലാം ദൈവം തന്നെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവമാകിയാൽ അവൻ പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതായത് ആദ്യ മനുഷ്യൻ്റെ ശരീരത്തിന്മേലാണ് ശത്രുവാകുന്ന സാത്താനായ പാമ്പ് തൻ്റെ പ്രവൃത്തി ചെയ്തത്. എവിടാണ് പ്രവർത്തിച്ചത്? അവൻ്റെ ദേഹിയിലും അവൻ്റെ ദേഹത്തിലും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദേഹത്തിലും ദേഹിയിലുമാണ് സാത്താൻ ആദ്യ മനുഷ്യനിലും സ്ത്രീയിലും പ്രവർത്തിച്ചത്. അതിന് പാമ്പിൻ്റെ പ്രവൃത്തി എവിടായിരുന്നു? ദേഹത്തിലും ദേഹിയിലുമായിരുന്നു. ആ ദേഹത്തിലും ദേഹിയിലുമുള്ള പാപം ആണ് കർത്താവാകുന്ന ദൈവം പാപരഹിതമായ ശരീരത്തിൽ ഏറ്റെടുത്ത് ധരിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ
നമ്മുടെ പാപം നിമിത്തം, ആദ്യ മനുഷ്യന്റെ പാപം നിമിത്തം യേശുവിൻ്റെ ശരീരം ക്രൂശ് മരണത്തിന് മുമ്പ് പാപമായി തീർന്നു. എന്തുകൊണ്ടാണ് പാപമായി തീർന്നത്? അവൻ പാപം ചെയ്തുകൊണ്ടല്ല, അവൻ ഒരു പാപവും അവനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ മനുഷ്യവർഗത്തിന്റെ പാപമല്ല, അവന്റെ ചുമലിൽ അവൻ ഏറ്റെടുത്തു. പാപമില്ലാത്ത ശരീരത്തിൽ മറ്റൊരുവന്റെ പാപം എടുത്തു ധരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു മനുഷ്യവർഗത്തിന്റെ സ്ഥാനാധിപതിയായി തീർന്നത്. അങ്ങനെ ഈ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ, അതെനിക്ക് വേണ്ടി എൻ്റെ പാപം വഹിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ, ആ ശരീരത്തിലുള്ള ഏറ്റെടുപ്പ് എൻ്റെ പാപമേറ്റെടുപ്പായിട്ട് എൻ്റെ വിശ്വാസത്താൽ രൂപാന്തരപ്പെടുകയും, സ്തോത്രം, അങ്ങനെ എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ച് ആ മരണം എൻ്റെ പേരിൽ ദൈവം കണക്കിട്ടുണ്ട്. എന്നെ യേശുക്രിസ്തു നിമിത്തം, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന പേര് നിമിത്തം കർത്താവാകുന്ന ദൈവം എന്ത് ചെയ്യുന്നു? ആമേൻ. എൻ്റെ വിശ്വാസം മുഖാന്തരം എന്നെ വിശ്വസിക്കുന്ന എന്നെ നീതീകരിക്കുന്നു. ആകയാൽ ജനനെ സംബന്ധിച്ച് പിശാച് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ച പാപമെന്ന പിശാചിനെ യേശുക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്താലും അനുസരണത്താലും എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പാമ്പിനെ പുറത്താക്കുന്ന, ആ പ്രവൃത്തിയെ അഴിച്ചു കളയുന്ന പ്രവൃത്തിയാണ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തത്. ആ ചെയ്ത പ്രവൃത്തി ഞാൻ വിശ്വസിക്കുമ്പോൾ അത് എന്നിലേക്ക് കണക്കിടുന്നു. അങ്ങനെ ഞാൻ പിശാചിൻ്റെ പുത്രൻ എന്ന എൻ്റെ ശരീരവും ദേഹിയും ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവിയിലേക്ക് കടന്നു വരുന്നു. ഇതാണ് പിശാചിൻ്റെ പ്രവൃത്തി. കർത്താവായ യേശു പറഞ്ഞ എന്താണ്? ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും പുറത്താക്കുവാൻ, ചവിട്ടുവാൻ, നീക്കിക്കളയുവാനുള്ള അധികാരം നിങ്ങൾക്ക് തരും. അപ്പം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിലും പിശാച് ഏതേനിൽ വെച്ച് ചെയ്ത പ്രവൃത്തിയെ, പിശാച് ആദ്യ മനുഷ്യന്റെ ദേഹിയിലും അവൻ ചെയ്തെന്താണ്? അവൻ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവൻ എന്ത് ചെയ്തു? ആ പിശാചിന്റെ വാക്ക് കേട്ട് അനുസരിച്ചു. അത് പ്രവൃത്തിയെ കാണിക്കുന്നു. പ്രവൃത്തി സമം ദേഹി. അവൻ ദേഹിയിൽ അവൻ പ്രവർത്തിച്ചപ്പോൾ അതിന്റെ ഫലം ഏറ്റെടുത്ത ആരാണ്? ദേഹമാണ്. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ഏതൊരു മനുഷ്യൻ പാപം ചെയ്താലും ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അപ്പം പ്രവർത്തിക്കുന്നത് ദേഹിയാണെങ്കിലും പരിണത ഫലം അനുഭവിക്കുന്നത് ദേഹമാണ്. അങ്ങനെ ആദ്യ മനുഷ്യന്റെ പ്രവൃത്തി മുഖാന്തരമായി അവന്റെ ശരീരത്തിൽ മരണം വ്യാപരിച്ചു. സ്തോത്രം. അതായത് അവനിൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ശരീരം മാറി സാത്താൻ്റെ പുത്രൻ എന്ന ശരീരമായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ സാത്താൻ്റെ പുത്രൻ എന്ന ശരീരത്തിൽ ആയിത്തീർന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം പദ്ധതിയിട്ടതനുസരിച്ച് ദൈവം തന്നെ ആരാണോ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച് ആ ഏക ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി തീർന്നു. എന്നിട്ട് എന്തായി തീർന്നു? ആ ആദ്യ മനുഷ്യൻ്റെ ആമേൻ സ്ഥാനാധിപതിയായി തീർന്നു. സ്തോത്രം. എന്നിട്ട് ആദ്യ മനുഷ്യന്റെ പാപമെല്ലാം സ്വന്തം ചുമലിൽ വഹിച്ചിട്ട് ആമേൻ ഒന്നാമത്തെ ആദമിന് പകരക്കാരനായി ഒടുക്കലത്തെ ആദമായി യേശു ക്രിസ്തു തീർന്നു. എന്നിട്ട് സകല മനുഷ്യരുടെ പാപം അവൻ സ്വന്തം ചുമലിൽ വഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം പാപമായി തീർന്നു. ആ പാപ ശരീരത്തെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ദൈവം തന്നെ തകർത്ത് കളഞ്ഞു. എൻ്റെ കാരണം എന്താണ്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. മനുഷ്യവർഗത്തിൻ്റെ എല്ലാ പാവവും ഒരുവന്റെ ചുമലിൽ വെച്ചു. സ്തോത്രം. അങ്ങനെ ആ കർത്താവ് എല്ലാ മനുഷ്യന്റെ കഷ്ടം, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ അന്ന് വരെ ജനിച്ചിട്ടുള്ളവരും യേശുവിൻ്റെ കാലം വരെ ജനിച്ചവരും അന്ന് ജീവിച്ചിരിക്കുന്നവരും ജനിക്കാനുള്ള നമ്മളെല്ലാവരും കാണും. ഈ എല്ലാ മനുഷ്യരുടെയും പാവങ്ങൾ ഒരു വ്യക്തി തന്നെ സഹിക്കുക. എന്തുമാത്രം കഷ്ടം സഹിച്ചു കാണും കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടി. അവൻ ഇത്രയും കഷ്ടം സഹിച്ചു. സ്തോത്രം. അതായത് ആദ്യം മനുഷ്യൻ ചെയ്ത പാപപ്രവൃത്തി അത് അവൻ്റെ ശരീരത്തിൽ പൂരിപ്പിച്ചതുകൊണ്ട് അവൻ്റെ ശരീരം വീണ്ടും എപ്പോഴും അവൻ്റെ ശരീരം ചെയ്യുന്നു, ജനിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശരീരം തന്നെ വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. മനുഷ്യനാണ് ജാതികൾ സൃഷ്ടിച്ചത്. സ്തോത്രം. ഇവിടെ കറുത്തവനായാലും വെളുത്തവനായാലും പണ്ഡിതനായാലും പാമരനായാലും ഇതെല്ലാം മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതാണ്. നമ്മൾ കാണുന്ന നടക്കുന്ന
സംസാരിക്കുന്ന ഏതൊരു മനുഷ്യനും ആദ്യ മനുഷ്യൻ തന്നെയാണ്. അവൻ വിവിധങ്ങളായ അവയവങ്ങളായി, വിവിധങ്ങളായ ആദ്യ ഒരു ശരീരത്തിൽ നിന്ന് പല ശരീരങ്ങളായി, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് അവയവങ്ങളായി ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നു. ആര് ജീവിക്കുന്നു? ആദ്യ മനുഷ്യൻ തന്നെ ജീവിക്കുന്നു. ആ മനുഷ്യന്റെ പാപമാണ്, പിശാചിന്റെ പ്രവൃത്തിയാണ്, പാമ്പായ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു സ്വയം സ്വന്തം ചുമലിൽ ശരീരത്തിൽ വഹിച്ചത്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം പാപത്തിന്റെ ശമ്പളം മരണം ഏറ്റെടുത്തു. അപ്പം ആ രീതിയിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചുകൊണ്ട് പിശാചിന്റെ മേലുള്ള അധികാരം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നു, കർത്താവ് നൽകുന്നു. അതായത് പറയും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ അധികാരം കർത്താവാകുന്ന ശിഷ്യന്മാർക്ക് നൽകി. അവർ പിശാചിനെ എന്ത് ചെയ്തു? പുറത്താക്കി. അവന്റെ സകല അധികാരത്തെയും തകർത്ത്. ഇന്നും യേശുക്രിസ്തു മുഖാന്തരമായി വിശ്വസിക്കുന്നവരിലൂടെ ദൈവമായ കർത്താവ് നിന്നു പിശാചിന്റെ സകല ബലത്തെയും തകർത്ത് കളയുക. സ്തോത്രം. പിശാചിന്റെ സകല ബലത്തെയും തകർത്തുകൊണ്ട് അവൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവം തൻ്റെ പ്രവൃത്തി തികച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തി തികഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം, തേളുകളുടെ പ്രവർത്തിയുള്ള അധികാരം ദൈവസന്നിധിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും, ദൈവമക്കൾക്ക് ലഭിക്കും. എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നറിയുമോ? ആ ദൂതന്മാരും തങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവത്തോട് മത്സരിച്ചിരിക്കുന്നത്. ശുക്രനല്ല, ശുക്രനും അവൻ്റെ അനുയായികളുമല്ല വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന ദൂതന്മാർ. അത് വേറെ തലത്തിലുള്ള ദൂതന്മാരാണ്. ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ടവരാണ്. പക്ഷെ ഇവരെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത്, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചിരിക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തി സമയം ദേഹി, അവരുടെ ദേഹിയിലൂടെയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ യേശുക്രിസ്തു തൻ്റെ താനൊരു പ്രവൃത്തി ചെയ്യുകയാണ്. ശരീരത്തിൽ നിന്ന് പിശാചിന്റെ പ്രവർത്തികളെ, അതായത് പാപത്തിന്റെ പ്രവർത്തികളെ തൻ്റെ ശരീരത്തിലൂടെ താൻ തന്നെ ആ പ്രവൃത്തിയെ അഴിക്കുകയാണ്. യേശുക്രിസ്തു എന്ന പേരെന്ന വ്യക്തിത്വം, ആ പേരാണല്ലോ വ്യക്തിത്വം. അപ്പൊ യേശുക്രിസ്തു എന്ന പേരിലൂടെ തൻ്റെ ശരീരത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ ഏറ്റെടുത്തുകൊണ്ട്, അതായത് ആദ്യം മനുഷ്യന്റെ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പിശാചിന്റെ പ്രവർത്തികളെ യേശുക്രിസ്തു എന്ന പേര് കാൽവറി ക്രൂശിൽ വെച്ച് അഴിക്കുകയാണ്. കർത്താവിന്റെ രഹസ്യം മനസ്സിലായല്ലോ. യേശുക്രിസ്തു എന്ന പേരിലൂടെ, അതായത് ആ ശരീരത്തിന് യേശു എന്ന് പേരിട്ടു. ആ ശരീരത്തെ ദൈവം ചെയ്തു ശക്തിയാൽ, അഭിഷേകത്താൽ നിറച്ചു. അപ്പോൾ ആ പേരിന്റെ മേൽ അഭിഷേകം കൊണ്ട് വന്നപ്പോൾ യേശുക്രിസ്തുവായി. യേശുക്രിസ്തു എന്ന അഭിഷേകം എവിടെയാ വന്നത്? യേശുക്രിസ്തു എന്ന ദൈവപുത്രനിലാണ് വന്നത്. ഈ ദൈവപുത്രന്റെ ശരീരത്തിന്മേലാണ് ദൈവമായ കർത്താവ്, ശരീരത്തെയാണ് യേശു എന്ന് പേരിട്ടത്. ശരീരത്തിലാണ് ദൈവം അഭിഷേകത്താൽ, ശക്തിയാൽ നിറച്ചത്. അപ്പൊ ഈ ശക്തിയും സ്തോത്രം പേരുമുള്ള ആ ശരീരത്തിലാണ് മനുഷ്യവർഗത്തിന്റെ പാപമെല്ലാം വഹിച്ചത്. ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഈ പേരിലൂടെയാണ് ആ പിശാചിന്റെ പ്രവർത്തികളെ കാൽവറി ക്രൂശിൽ കർത്താവ് അഴിച്ചു കളഞ്ഞത്, തകർത്ത് കളഞ്ഞത്. ആകയാൽ കർത്താവിന്റെ പ്രവൃത്തിയിലൂടെ പിശാചിന്റെ പ്രവർത്തികളെ കർത്താവിന്റെ ശരീരത്തിൽ വെച്ച് അഴിച്ചു. ഒന്നുകൂടെ പറയാം, കർത്താവിന്റെ പേര് യേശുക്രിസ്തു എന്ന പേരിലൂടെ പിശാചിന്റെ പ്രവൃത്തി ഏതാ? മനുഷ്യന്റെ മേലുള്ള പ്രവൃത്തികളെ കർത്താവിന്റെ പേരിലൂടെ, കർത്താവിന്റെ ശരീരത്തിൽ പിശാച് ചെയ്ത പ്രവൃത്തി മനുഷ്യനിൽ നിന്ന് ദൈവം ഏറ്റെടുത്തു. എപ്പോഴേറ്റെടുത്തത്? അത്താഴ സമയത്ത് കർത്താവിന്റെ വിശുദ്ധ ശരീരവും വിശുദ്ധ രക്തവും ശിഷ്യന്മാർക്ക് പങ്കിട്ടുകൊണ്ട്, ശിഷ്യന്മാരിലൂടെ ആദമിക രക്തവും പാവരക്തവും പാവശരീരവും കർത്താവ് സ്വീകരിച്ചിട്ട്, കർത്താവിന്റെ ശരീരം യേശുക്രിസ്തു എന്ന പേരുള്ള ആ ശരീരത്തിൽ വഹിച്ചിട്ട്, സ്തോത്രം, യേശുക്രിസ്തു എന്ന പേരിലൂടെ തൻ്റെ ശരീരത്തിൽ തന്നെ അത് അഴിച്ചു. പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ച് മനുഷ്യനെ സ്വതന്ത്രനാക്കി. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ പിന്നെയും അടിമനുഖത്തിലേക്ക് കുടുങ്ങിപ്പോകാതെ അതിൽ തന്നെ ഉറച്ചു നിൽപ്പീൻ. ഗലാത്യ 5:1.
ക്രിസ്തു യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ അതിൽ ഉറച്ചു നിൽപ്പേ, പിന്നെ അടിമനുഖത്തിലേക്ക് കുടുങ്ങിപ്പോകരുത്. പ്രിയ സഹോദരങ്ങൾ, ആകയാൽ ഈ യേശു ക്രിസ്തു എന്ന പേരിൽ ആ മനുഷ്യവർഗത്തിന്റെ മേൽ പിശാച് പാമ്പ് ചെയ്ത പ്രവൃത്തി കർത്താവ് അഴിച്ചെങ്കിൽ, കർത്താവ് അഴിച്ചത് ദേഹിയുടെ പ്രവൃത്തിയാണ് അഴിച്ചത്. ആകയാൽ കർത്താവിന്റെ അധികാരം ദേഹിയുടെ തലത്തിൽ പ്രവർത്തിച്ച പാമ്പിന്റെ മേലിലും തേളിന്റെ മേലും ഒരേപോലെ വരും. ഈ കാരണത്താൽ തന്നിൽ വിശ്വസിക്കുന്നതിന്റെ വിശുദ്ധന്മാർക്ക് ദൈവം എന്ത് ചെയ്തു? 2 തലത്തിലുള്ള അധികാരം കൊടുത്തു. പാമ്പിന്റെ മേലും തേളുകളുടെ മേലും അധികാരം. എന്ന് വെച്ചാൽ ഈ കാലങ്ങളെല്ലാം വരാനിരിക്കുന്ന കാലത്തും കൂടെ സ്തോത്രം, സമയമില്ലാ കാലങ്ങളിലേക്ക് ദൈവജനം പ്രവേശിക്കാൻ അവിടെയും കൂടെയുള്ള അധികാരം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല പ്രപഞ്ചത്തിന്മേലുള്ള സകല സൃഷ്ടിയുടെ മേലുള്ള അധികാരം യേശുക്രിസ്തു മുഖാന്തരം ദൈവജനിലേക്ക് പകർന്ന് ദൈവജനത്തെ സ്വതന്ത്രരാക്കാനാണ് കർത്താവിൻ്റെ പദ്ധതി. ഇതാണ് ഇവിടെ തുടങ്ങിയത്. അതാണ് നമ്മൾ വായിച്ച വചനം. 10-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യം നമ്മൾ വായിച്ചത് ലൂക്കോസ് സുവിശേഷം. പ്രിയരേ, ഇതിൽ നമുക്ക് ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവത്താൽ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം, കൃപ ലഭിക്കാനിരിക്കുന്നവർക്കായി സ്തോത്രം. ആ പൂർണ്ണതയിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. ആകയാൽ പ്രിയരേ, മാനസാന്തരപ്പെട്ട് പാവങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിപ്പാൻ സർവശക്തൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.